ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ സ്വന്തം റെഡ് ലേഡി പറിച്ചിട്ട് ചെറിയൊരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. റെഡ് ലേഡി എന്നും വെറുതെ റെഡ് ലേഡി ഇങ്ങനെ പറിച്ചിട്ട് വെറുതെ മുറിച്ച് അങ്ങനെ കഴിച്ചാൽ പോരല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കണ്ടേ. ഇന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം 1.5 മാസമായിട്ടില്ല, 1 മാസവും കുറച്ചെന്തോ ദിവസങ്ങളായിട്ടേ ഉള്ളൂ. ഇന്നത്തേക്ക് നമ്മളെ ചാനൽ 250 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ടും പിന്നെ ഇതേപോലെ സഹകരണങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോൾ റെഡ് ലേഡി ഞാനിത് അവിടെ നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ക്യാരറ്റിനേക്കാളും കളറാണ് കേട്ടോ ഈ സാധനത്തിന്. കളർ പോലെ തന്നെ ഇത് നല്ല മധുരമുണ്ട്. അത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ മുറിച്ചിടുക. അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാലും വെള്ളമൊക്കെ ഒഴിക്കുന്നതല്ലേ, അതുകൊണ്ട് കുറച്ചൊരു പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം. പിന്നെ ഒരു ലേശം വെള്ളം, വല്ലാതെ കട്ടിയായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി. അങ്ങനെ ഞാനിത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തേക്ക് ഇതൊഴിക്കാം കേട്ടോ. എന്തായാലും നമ്മൾ മെനക്കെട്ട് ഓൺലൈനിൽ നിന്ന് ഗ്ലാസ്സൊക്കെ വാങ്ങിയതല്ലേ, അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഗ്ലാസ് ഉപയോഗിക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ പുതിയ ഗ്ലാസ് തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. കാണാനൊരു ഭംഗിയല്ലേ. അങ്ങനെ എന്തായാലും ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഇതിങ്ങനെ മിക്സിൻ്റെ ജാറിന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നത് കൊണ്ടാണ് ഒരു സുഖം തോന്നുന്നില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു. കുട്ടികളൊക്കെ സ്കൂൾ പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ സഹായിക്കാൻ ഇവിടെ ആരുമില്ല കേട്ടോ. അങ്ങനെ നമ്മളെ ജ്യൂസൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അന്നേരത്തേനും ഇവിടെ വേറൊരു സംഭവം, ഞാനിവിടെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാമിക്കുട്ടീൻ്റെ ഉപ്പച്ചിയും കൂടെ പപ്പായൊക്കെ ഏകദേശം പാത്രം കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് അത്രയും ടേസ്റ്റാണ്, ഭയങ്കര മധുരമാണ്. മധുരം പഞ്ചസാര കുറച്ച് കൂടിപ്പോയോ എന്നൊക്കെ തോന്നും നമുക്കത് കഴിക്കുമ്പോൾ, അത്രയും മധുരമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.